ഹലോ. അനുവിൻ്റെ അതിൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മ നേരെ പോയത് സഫാരി ഫർണിച്ചേഴ്സിലേക്കാണ്. നമ്മുടെ ടി വിക്ക് ഒരാഴ്ചയായി ഒരു മുട്ടം പണി കെട്ടിയിട്ട് ഈ ലൈൻ വീടലില്ലേ പച്ച കളർ വരാ അത് വീണിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതൊന്ന് വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ട് അജയുടെ നേരെ ഇലക്ട്രോണിക്സിന്റെ സെക്ഷനിൽ കയറി നമ്മ ഈ ഫർണിച്ചറിന്റെ സൈഡിലേക്ക് നടന്നുവേ. അനുവാദി ആസ് യൂഷ്വൽ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്യുന്നത് അവരൊരു ഹോബിയാണ്. അന്നേരം അവിടെയില്ലേ ഊഞ്ഞാലെല്ലാം കയറിയിരുന്ന് ഒന്ന് ടെസ്റ്റിംഗ് അടിച്ചു നോക്കുന്നതാണ് കേട്ടാ രണ്ടുപേരും. അനുവിന്റെ അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ചെയറാന്ന് ഇതാ ഈ കാണുന്നത്. കരയുമ്പോ കിക്കി എറിയുന്നത് നല്ല രസമാണ്. എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യൂട്ടെ ഇത് കാണുമ്പോ. രണ്ടാളും കാര്യമായിട്ട് എന്തോ ഒരു ബിസിനസ്സിലാണ്. നമുക്ക് പോയി നോക്കി നോക്കാം എന്നാ നാക്കുന്നതെന്ന്. ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, നമ്മ എല്ലാം നോക്കിട്ട് വരട്ടെ. ഇതിന് പൈസ കൊടുക്കേണ്ടി വരും പൊട്ടിക്കഴിഞ്ഞാല്. പൊട്ടിക്കരുത്. വെറും 1779 മാത്രം. അത് കുറച്ച് മുകളിലോട്ട് വെക്കണം, അത് അതിന്റെ കുഷ്യൻ താഴോട്ട് മുട്ടുന്നുണ്ട്. ഇത് ഔട്ട്ഡോർ വെക്കേണ്ട സാധനമാണ്. ഉണ്ടാവോ കണ്ട. ഹാളില് ഹാളില് വെച്ച് കഴിഞ്ഞാലേ സ്ഥലം ഔട്ട്ഡോർ വെച്ച് നമുക്ക് ഇവിടെ ബാൽക്കണിയിൽ വെക്കാനാവൂലല്ലോ. ആ എന്നിട്ടോ എല്ലാവർക്കും പാർക്കാക്കാം, നമുക്ക് പുറത്ത് വെച്ചിട്ടല്ലേ എല്ലാവർക്കും കളിക്കാം. അടിപൊളി ഉണ്ടാവും. അവര് വന്നിട്ട് ഫൈൻ അടിക്കും. നമുക്കതിന് പൈസ മേടിക്കാം എല്ലാരോടും. പാർക്കിൽ കളിക്കാൻ 5 ദിറംസ്, 1 മണിക്കൂറിലേക്ക് 5 ദിറംസ്. 5 ദിറം, 10 ദിറംസ്. ഓ ഓള് ബിസിനസ് വുമണായി. ഇവിടെ ഇങ്ങനെ കഴിക്കുമ്പോ സാധനം വെക്കാനെല്ലാം ഉണ്ട്. അനുവാദിയും ജോറ് വാറായിട്ട് ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർ എന്തെല്ലോ പ്രാക്ടീസ് എല്ലാം നടക്കുന്നുണ്ട് അതിന്റെ അകത്ത്. വാ അങ്ങോട്ട് പോവാല, അച്ഛനിപ്പോ വരും. വാ വാ മതി, ഞാൻ അങ്ങോട്ട് പോന്നു കേട്ടാ. ഞാൻ അങ്ങോട്ട് പോന്നേ, ഞാൻ പോന്നു കേട്ടാ. കൊറേ അത് ആള് നോക്കുന്നുണ്ട് എനിക്ക്. ഇത് ആടാനായിട്ട് വന്നതാണോന്ന് വിചാരിക്കും അവര്. വാ വാ. എന്തുണ്ടെങ്കിൽ അതിൽ ചാടി കയറി ഇരുന്നോളൂ ഇവർ രണ്ടാളും. അത് കിഡ്സ് ഏരിയ, പ്ലേ ഏരിയ അല്ലേ. സോഫയിൽ നേരെ ഇരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് കാര്യമില്ല. കുറേ സോഫ ഉണ്ട്. സോഫക്ക് ഇപ്പം 3899 ആണ്. അതിപ്പം 3+2+1. ഇത് നോക്കിയാ, ഇത് പ്രസ് ചെയ്ത് നോക്കിയാനും നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. പക്ഷെ അത് വാ 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 ഇരിക്കണ്ട, ബേബീസിന്റെ തോന്നാം. ടീപ്പോയിക്കെല്ലാം എത്ര പൈസയാമോ? 69 ദിറംസ്. സ്റ്റൂളിന് 15. 99. അല്ല ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്. അപ്പോഴേക്കും അജയേട്ടൻ നമ്മളെ തപ്പിയിട്ട് വന്നു കേട്ടാ. അജയേട്ടൻ വന്ന ഉടനെ അനുവാദിയും അവരിരുന്ന ചെയർ അല്ല ഊഞ്ഞാലെല്ലാം ഇരുന്ന് ബീൻ ബാഗിലെല്ലാം ഇരുന്ന് കാണിച്ചു കൊടുക്കേന്ന്. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടാ. ഞാനും അവര് മാത്രം ഉണ്ടാവുന്ന സമയത്ത് അവര് കളിച്ച കളിയെല്ലാം ഒന്ന് അജയേട്ടൻ വന്നു കഴിഞ്ഞാൽ അജയേട്ടനും കൂടി കാണിച്ചു കൊടുക്കും. എന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് അക്വേറിയത്തിൻ്റെതായാലും ഹോം ഡെക്കർ ആയിക്കഴിഞ്ഞാലും ഫ്ലവേഴ്സും അങ്ങനെയല്ലാന്നേ. നമ്മ ഇത് ഓൾറെഡി മുമ്പ് കുറച്ച് നാളായിട്ടാ നമ്മ അങ്ങനെ അധികം സഫാരിയിലേക്ക് വരുന്ന ഒരാൾക്കാരല്ല.
അവിടെ കുറച്ച് ഫർണിച്ചറിൻ്റെ എല്ലാം ഓഫർ കുറേ ഇങ്ങനെ എന്താ പറയല് വീഡിയോയിലും ഇൻസ്റ്റഗ്രാമിലെല്ലാം വീഡിയോ എല്ലാം കാണലുണ്ടേ. പക്ഷെ നമ്മ അവിടെ എത്തുന്ന സമയത്ത് അധികം ഒന്നും നമുക്ക് കിട്ടില്ല. അത് വേറെ കാര്യം. ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ടായിന് വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇത് എത്ര 599 അങ്ങനെയാണ്. 599 6 സീറ്റർ ആണെന്ന് തോന്നുന്നു. അതെ 6 സീറ്റർ. അത് അടിപൊളിയുണ്ട് കേട്ടോ. 599 ലാഭാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് പിന്നെ ഓൾറെഡി ഇല്ലതുകൊണ്ട് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അനുവാദി അതിന്റെ ഇടയില് ബങ്ക് ബെഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ആഗ്രഹം പറയുന്നേ. ഇത് ഏത് ഫർണിച്ചർ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം സ്പോട്ടിൽ പറയും എനിക്ക് വേണമെന്ന് പറയും. അന്നേരം അത് പക്ഷെ നമ്മ സീരിയസ് ആയിട്ട് ഓക്കെ എന്നാ പിന്നെ അവരോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അന്നേരം പറയും വേണ്ട വേണ്ട ഞാൻ അതിന്റെ കൂടെ കിടക്കണം, എന്നാലും നമ്മ ഒറ്റ കിടക്കൂല, അച്ഛനും അമ്മയും നമ്മളെ കൂടെ കിടക്കണം എന്ന് പറയും. അന്നേരം അന്നവിടെ അതങ്ങ് ക്യാൻസൽ ചെയ്യുവേ. ഇവർ ഈ പെട്ടെന്ന് ആ കാണുന്ന ഒരു ഭംഗിയിലാന്ന് ഇവർ വീണു ഓരോ തീമായിട്ട്. ബങ്ക് ബെഡ് പറഞ്ഞാൽ അറിയുമായിരിക്കുമല്ലോ. അതിപ്പോ ഞാൻ ഇങ്ങനെ കാണുന്ന ഡബിള് താഴെ മുകളിലും വരുന്നത്. അന്നേരം കാണുന്നൊരു ഭംഗിയിൽ സ്റ്റെപ്പെല്ലാം കാണുമ്പോഴാണ് അവർക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനല്ലോ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇത് വേണമെന്ന് പറയുന്നത്. പക്ഷെ ഇവരങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഒറ്റക്ക് കിടക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സംഭവം എല്ലാം അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പം പറയും ഇല്ല വേണ്ട നമ്മ ഒറ്റക്ക് കിടക്കും. ഇത് നമ്മ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്. എനിക്കൊന്നും ഒരു കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് നമ്മൾ അധികം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് നമ്മ ഇതിപ്പോ സില്ലി ആയിട്ട് മാത്രമേ ഇടയില്ലൂ. അന്നേരം ആ ചേട്ടൻ പറയും ആദ്യം നിങ്ങൾ വേറെ മാറിക്കിടക്കാനില്ല എന്നിട്ട് മേടിച്ചു തരാം. ഞാൻ അത് ആദ്യം അങ്ങനെ ശീലിക്ക്. ബെഡ് പുതിയത് മേടിച്ചിരുന്നത് ഓക്കെ, പക്ഷെ ആദ്യം നിങ്ങൾ മാറിക്കിടക്കാൻ ഒന്ന് സെറ്റാവ്. അങ്ങനെയുള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മാറ്റിക്കിടത്താനുള്ളൊരു പ്രായമായി. എന്നാലും നമുക്കങ്ങനെ എൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ പെട്ടെന്ന് ഇനിയിപ്പം കുറച്ചും കൂടി വലുതായി നമുക്ക് കിട്ടൂലല്ലോ. ഈ ഒരു പ്രായം വരെ നമുക്ക് ഒന്നിച്ച് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പിന്നെ മാറ്റിക്കിടത്തണം എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടാ. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ ഒരു ചേച്ചി കുടയെല്ലാം പിടിച്ചിട്ട് ഉണ്ണിയപ്പം, മലയാളിയാണ് കേട്ടാ, ഉണ്ണിയപ്പം വിൽക്കുന്നത് കണ്ടു. അന്നേരം വാങ്ങിക്കൂന്ന് ചോദിച്ചു. എന്നിട്ട് അവസാനം ഒരു പാക്ക് വാങ്ങിച്ചു. എന്നിട്ട് പേഴ്സ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ അജയേട്ടനൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു പാക്കറ്റും കൂടി മേടിച്ചു കേട്ടാ. പിന്നെ ആടെ എവിടെയെങ്കിലും സഫാരി മാളിൻ്റെ അടുത്തെങ്കിലും ആ ചേച്ചി നിൽക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ അതിൽ വാങ്ങിച്ചത് 2 പാക്കറ്റ് അടിപൊളിയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. കാരണം വെയിലത്ത് ഇങ്ങനെ കുടയെല്ലാം പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അങ്ങനെ 10 ദിർഹംസാന്ന് തോന്നുന്നു ഒരു പാക്കറ്റിന് കേട്ടാ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വഴി നീളെ തിന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായത്. അന്നേരം ഏകദേശം ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 90% പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞു. ബാക്കിയൊരു 10% കൂടി ഉണ്ടേ. അത് അടുത്തത് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. എന്നിട്ട് ചൂടല്ലേ ജ്യൂസ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഉച്ചയായിട്ട സമയം അപ്പോഴേക്കന്നെ. എന്നിട്ട് ജ്യൂസ് എന്തും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കഫ്റ്റീരിയ എന്നല്ല, ഒരു ജ്യൂസ് കട അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ ആടെ കയറിയിട്ടായില്ല കേട്ടാ. നമ്മൾ 2 ചിക്കു ഷേക്കും 2 ടെൻഡർ കോക്കനറ്റിൻ്റെ ഷേക്കും പിന്നെ ഒരു ഫലൂദയാണ് ഓർഡർ ചെയ്തിന്. ഫലൂദ വിചാരിക്കാണ്ട് ഇങ്ങനെ ഒന്നാമത് വണ്ടിയിലിരുന്ന് കുടിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അവിടെ ഷോപ്പിലൊന്നും അതിൻ്റെ അകത്തൊന്നും ആളില്ല, അകത്തിരുന്നിരുന്നേ കഴിച്ചു വന്നാലെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ എ സിയിൽ തന്നെ ഇരുന്നിട്ട് വണ്ടി വെറുതെ സ്റ്റാർട്ടാക്കി വെക്കണ്ടല്ലോ. അങ്ങനെ അകത്ത് കയറി. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടത് ഫലൂദ എന്ന് പെട്ടെന്ന് കണ്ടു. അന്നേരം ഞാൻ ചേട്ടനോട് സാധനം എന്നാൽ എനിക്ക് ചിക്കു ഷേക്ക് വേണ്ട, എനിക്ക് ഫലൂദ മതിയോ. അയാൾ പറഞ്ഞു സാരില്ല, അല്ല ഫലൂദയും കൂടി പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ഫലൂദയും കൂടി എക്സ്ട്രാ ആഡാക്കി. പിന്നെ എനിക്ക് ടെൻഷനായി ഇതെല്ലാം കൂടിയിട്ട് കഴിക്കാനാവുമോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇതെല്ലാം ഉണ്ടാക്കണമല്ലോ. അന്നേരം അനുവാദി ആടെ ഇരുന്നിട്ട് എന്തെല്ലോ പേക്കറാന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തത് നോർമൽ വാട്ടർ, തണുക്കാത്ത സാധാരണ നോർമൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ട് അത് അടേനെ കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവെക്കുന്നതാണ് കേട്ടോ. അനുവിൻ്റെ അതിൻ്റെയും ഐറ്റം മാത്രം എത്തിച്ചാൽ അതെല്ലാം എത്തിയിട്ടാ. പിന്നെ അവരെ വെയിറ്റ് ചെയ്യുന്നേ. നമ്മുടെ അനുവാദി അതിൻ്റെ ഇടയിൽ എന്തെല്ലോ അഭിപ്രായം കളിക്കുന്നുണ്ട്. അനു ക്ഷമ നശിച്ചിരിക്കുന്നേ. എൻ്റെ എന്തോ കാര്യം കണ്ടിട്ട് വലിയ എക്സ്പ്രഷനിൽ ഇടുന്നുണ്ട്. പിന്നെ അവരെ ഇളനീർ ഷേക്കും കൂടി വന്നു. അതെല്ലാം കൂടി അവസാനം ഇത് എല്ലാം ഫുൾ ഫിനിഷാക്കാൻ അത്ര വലിയ താല്പര്യമല്ല കേട്ടോ. അവർക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം കഴിക്കുകയെ അല്ലാണ്ട് താഴെ ഭാഗത്തിലെ ഫ്രൂട്ട്സും സംഭവങ്ങളൊന്നും അത്ര വലിയ താല്പര്യമില്ല.
അതുകൊണ്ട് പിന്നെ ഇത് അവരും ഫുള്ള് കുടിച്ചിട്ടില്ല. അജയേട്ടൻ അതിൻ്റെ ഇടയിൽ ടേസ്റ്റിൽ നോക്കുന്നുണ്ട്. അവരതും ഫുള്ള് കുടിച്ചിട്ടില്ല. അവരെല്ലായിടത്തുനിന്നും കുറച്ച് കുറച്ച് കഴിച്ചിട്ട് അവർക്കും ഫില്ലായി. അവസാനം എങ്ങനെല്ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ആടുന്ന് ഇറങ്ങി. നമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ മോണിക്ക എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു മോണിക്ക ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഡാൻസ് കളിക്കുന്നു രണ്ടും കൂടിയിട്ട്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ലുലുവിലേക്കാണ് പോയിനി. സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ കുറച്ചും കൂടിയും ബാക്കിയുണ്ട് പറഞ്ഞിട്ടേ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. ഐസ്ക്രീമും ജ്യൂസെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടൂത്ത് പിക്ക് എടുക്കലുണ്ടാ? പക്ഷെ അനുവാദി എടുക്കും. അതോ ഒന്ന് രണ്ടൊന്നല്ല, ആടിയില്ലയിൽ നിന്ന് ഒരു 5-6 എടുത്തിട്ട് കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊണ്ട് നടക്കണം, അതാണ് വലിയ കാര്യം. ഹലോ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ്, പർച്ചേസിങ് നിങ്ങൾ വീഡിയോയിലും ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മപ്പം വീട്ടിലെത്തി. സമയം ഇപ്പം 4:25 രാവിലെ ഇറങ്ങിയതല്ലേ. അങ്ങനെ കുറച്ച് മേക്കപ്പ് എല്ലാം പോയി ഫുള്ള് ചൂടിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആദ്യം പോയത് സഫാരിയിലേക്കാണ് പോയത്. മെയിനായിട്ട് അതിൽ കണ്ടിട്ടില്ലേ അനുവിൻ്റെ അതിനെയും കുറച്ച് സാധനങ്ങൾ ഇപ്പം 25th സ്കൂൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെയാണ് പിന്നെ ഇപ്പൊ നമ്മള് ഇറങ്ങിയത് തന്നെ. വിചാരിക്കാണ്ട് ഇറങ്ങി, നമ്മ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. പോയ സ്ഥിതിക്കാണ് അങ്ങനെ എന്നാ പിന്നെ ഇന്ന് സാധനം മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടാ. നേരം എന്തെല്ലാം സാധനം വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടാ. അധികം അങ്ങനല്ല, പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. ബാഗ് മേടിക്കാം, കാരണം സ്കൂൾ ഓൾറെഡി ഇവർക്ക് ഇതിപ്പോ സമ്മർ ബ്രേക്ക് ആണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അറിയുമായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. ഏപ്രിൽ ഓൾറെഡി തുറന്നതാണ് സ്കൂൾ തുറന്നിട്ട് 2-3 മാസം ക്ലാസ് നടന്നതിന് ശേഷമാണ് സമ്മർ ബ്രേക്ക് വരല്. അന്നേരം നമ്മള് പൊതുവേല് ഈ 2 months വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഓപ്പണിങ്ങിനാണ് ഞാൻ പൊതുവേല് ഒരു എനക്കൊന്ന് കഴിഞ്ഞ കൊല്ലായാലും അതിന് മുന്നത്തെ കൊല്ലായാലും ബാഗ് വാങ്ങിക്കല് ആദ്യമേ വാങ്ങിക്കില്ല. കാരണം ഈ 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോ പുതിയ ബാഗ്, നമുക്ക് അങ്ങനത്തെ ഒരു ശീലല്ലേ. അന്നേരം അങ്ങനെ പുതിയ ബാഗ് ആ സമയത്താണ് വാങ്ങിക്കലേ. എന്നിട്ട് അങ്ങനെ ബാഗ് വാങ്ങിച്ചു. ലഞ്ച് ബോക്സ് എല്ലാം ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിന്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ മേടിച്ചിട്ടുണ്ടായിന്. ബാഗ് ഈ ടൈം വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് നിന്നതാണ്. വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായത്, വാട്ടർ ബോട്ടിൽ പൊട്ടി. എപ്പോഴും നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്ന അങ്ങനത്തെ ടൈപ്പിലതാണ് വാങ്ങിക്കല്. അന്നേരം അത് വാങ്ങിച്ചിട്ട് അത് ലാസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഓൾറെഡി അവർക്ക് ഫ്ലാസ്ക് ഉണ്ട്. വിന്റർ ടൈമിൽ ഫ്ലാസ്കിൽ ചൂടുവെള്ളം തന്നെയാ കൊണ്ടുപോകില്ല. അന്നേരം പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് അവര് തെർമൽ ഫ്ലാസ്ക് കണക്കത്തെ ഇത്രയില്ലേ. പക്ഷെ നല്ല വെയിറ്റ് അല്ലേ, അതുകൊണ്ട് പിന്നെ സാധാരണ ഈ സമ്മർ സമയത്ത് സാധാരണ നോർമൽ വാട്ടർ, ചൂടൊന്നും ഇല്ലാത്ത വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറൊരു ബോട്ടിൽ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചു. അന്നേരം ഇന്ന് ഏകദേശം എല്ലാം കുറച്ച് സാധനം കിട്ടിയില്ല, സമയം ഉണ്ടല്ലോ എന്തായാലും. 10 ദിവസം ഇല്ല, ഒരു 9 ദിവസം ഉണ്ട്. അന്നേരം ആ സമയത്ത് ചെയ്യാന്ന് വിചാരിച്ചു, വാങ്ങിക്കാന്ന് വിചാരിച്ചു. എന്തായാലും വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എന്തായാലും ആദ്യത്തെ തന്നെ ഇതാ ബാഗാണ്. ശരിക്കും പറഞ്ഞാല് ട്രോളി ബാഗ് മേടിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് പോയതാണേ. അവിടെ നല്ലൊരു ട്രോളി ബാഗ് കണ്ടതാണ്. ഈ ടയർ ഞാൻ അതിന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ടയർ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തേക്ക് പോകും. ഈ നമ്മൾ ഹാൻഡിലില്ലേ അതും കവർ ചെയ്ത് സിബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രോളി ബാഗ്, നോർമൽ ബാഗാണ്. പക്ഷെ വെയിറ്റ് ഉണ്ടാവും എന്തായാലും, ആ ട്രോളി ടയറിൻ്റെതും അതിന്റെ ബാക്കിയുള്ള ആക്സസറീസിന്റെ എല്ലാം വെയിറ്റ് എന്തായാലും ഉണ്ടാവും. അന്നേരം അത് റേറ്റ് വരുന്നത് 129 ദിർഹംസാണ് ഉണ്ടായത്. അന്നേരം ഞാൻ 129 രണ്ടുപേർക്കും മേടിക്കുമ്പോൾ കുറച്ച് 130, 200, 260 ദിർഹംസിന്റെ അടുത്ത് ആവുമല്ലോ. എന്നിട്ട് ഞാൻ അങ്ങനെ കുറച്ചൊരു ഇത്ര വലുത് അത്ര പൈസ ഇല്ലതല്ലേ, എന്തായാലും അടുത്ത കൊല്ലം വീണ്ടും മേടിക്കും. നമ്മേലെ ഇപ്പൊ 2 കൊല്ലം ഒരു ബാഗ് എടുത്തിട്ട് പോകും, പക്ഷെ ഇവര് എന്തായാലും പിന്നെയും മേടിക്കുന്നുണ്ടല്ലേ. അന്നേരം പിന്നെ അത്ര വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണോന്നുള്ളൊരു, പൊതുവേല് എല്ലാ കൊല്ലം വാങ്ങിക്കുന്നത് നല്ല റേറ്റിലെ ബാഗാണ്. പക്ഷെ എന്തായാലും ഒരു കൊല്ലം മാത്രമേ നിൽക്കൂ, ഒരു കൊല്ലം നിൽക്കൂലൂ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മാത്രം കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷത്തേക്കുള്ളത് പിന്നെ വീണ്ടും വാങ്ങിക്കും. അന്നേരം ഇവർക്ക് ട്രോളി വേണ്ട. ട്രോളി ആദ്യം പറഞ്ഞു ട്രോളി വേണ്ടാന്ന്. ട്രോളി ഉണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടാ, പക്ഷെ കാര്യമില്ല. ട്രോളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇതാക്കണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു എന്താ സ്കൂളിൽ അലൗഡ് അല്ല, അതും പറയണല്ലോ. സ്കൂളിന്റെ അകത്ത് ട്രോളി ബാഗ് അലൗഡ് അല്ല. ഇപ്പം ചില ദിവസം ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടുവിടും, അല്ലാത്ത ദിവസം നമുക്ക് അടുത്താണ്, നടന്നിട്ട് പോകുന്ന സമയത്ത് ഈ ട്രോളി യൂസ് ചെയ്തിട്ട് പോവാ. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു ഇവർക്ക് വേണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അന്നേരം ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതൊരു വിധത്തിൽ നല്ലത് ലാഭമായി, അജയേട്ടന് വമ്പൻ ലാഭമായി. ഇഷ്ടപ്പെട്ടില്ല. അജയേട്ടൻ പറഞ്ഞാൽ അതെടുത്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് തപ്പി നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ബാഗ് കണ്ടു. ഇവർക്ക് കുറെ ഇങ്ങനത്തെ ആക്സറീസ് എല്ലാം ഉണ്ടെങ്കിൽ, ഇതിപ്പോ മറിച്ചിട്ടായിട്ടില്ല, ഇങ്ങനത്തെ ആക്സറീസ് എല്ലാം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. കുറെ സിബും, അതിപ്പോ പണ്ട് നമ്മളും അങ്ങനെയായിരിക്കും അല്ലെ. ഇതിപ്പോ ഒരു എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ്, നല്ല കളർ, എനിക്ക് നല്ലോണം കളർ ഇഷ്ടപ്പെട്ടു. വേണ്ട ഇങ്ങനെ ഒരു സ്റ്റാറിന്റെ ഷേപ്പ് ആയിട്ട്. ഇതിപ്പോ ഇതിന് ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട്, നല്ല ക്വാളിറ്റിയിലെ ബാഗ് കേട്ടാ. ഇതിന് പക്ഷെ 49 ദിർഹംസേ ആയിട്ടു. നല്ല നല്ല വെർത്തായിട്ടുള്ള, മീൻസ് വെർത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്,
നല്ല ക്വാളിറ്റി ഉണ്ട് സിബിൻ്റെതാണെങ്കിലും. ഇതിങ്ങനെ ഒരു ഇത്. പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അയക്കാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ. ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ കുഞ്ഞൊരു പൗച്ച്. അവരെന്തായാലും കണ്ട ഉടനെ ഇവർ പറഞ്ഞു ഇത് നമുക്ക് പൈസ എന്തെങ്കിലും ക്യാൻറ്റീനിൽ പോകുമ്പോ മണി എന്തെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാൻ വേഗമാണ്. കുഞ്ഞി പൗച്ച്. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ സ്റ്റിക്കറും സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടാ. പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 എണ്ണം. കണ്ടാ. അതാ ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലിന്റെ 2 സൈഡിലും വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു സിബ്. ഇത് എന്തിനാന്ന് അറിയില്ല. ഞങ്ങൾക്ക് ആരെങ്കിലും അറിയാൻ കമന്റ് ചെയ്യണം. വലിയ വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കാനാന്നും അറിയില്ല. ബാക്ക് സൈഡിൽ അജുവേട്ടന്റെ ബാഗിന് അങ്ങനത്തതുണ്ട്. ഇത് വലിയൊരു ബാഗ്, പിള്ളേർ ബാഗല്ല. പിന്നെ ഇങ്ങനെ ഇതിപ്പോ എന്തെങ്കിലും ട്രോളിയിലോ മറ്റോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധനം ആയിരിക്കണം. പിന്നെ നല്ല നല്ല സ്പോഞ്ചും സംഭവങ്ങളിലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. കണ്ടത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ. അങ്ങനെ എന്തായാലും ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 129 റംസ് 130 റംസിന്റെ ആ ഒരു ബാഗ് ആ പൈസ കൊണ്ട് ആ പൈസ വേണ്ടി വന്നില്ല. 49 വെച്ചിട്ട് 2 പേർക്കും കൂടി 49 തന്നെയല്ലേ? കൂടി നോക്കട്ടെ. അതെ 49 തന്നെ കണ്ടത്. 49 കാണുന്നുണ്ടോ? അത് മറിച്ചിട്ടാ കാണല്ലേ. മിറർ ഇമേജ് കണക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നോണ്ട്. ഇതിങ്ങനെയാ സംഭവം. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ട്. പക്ഷെ വെയിറ്റ് അധികം വലിയ വെയിറ്റ് പറയാനോ. ട്രോളി ബാഗിന് നിങ്ങൾക്ക് അറിയാലോ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിപ്പോ അനുവിൻ്റെതാണ്. ബ്രൗണും ഒരു ക്രീമും കളറും, ഒരു ബ്രൗൺ കളറും പിന്നെ ഒരു ക്രീം കളർ അല്ലെ, ഒരു സാൻഡലിന്റെ കളറും ഇതുമാണ് ഈ അനുവിൻ്റെത് വരുന്നത്. സെയിം പക്ക കളർ ചേഞ്ച് ആണ് ആദ്യൻ്റെത്. വേണ്ട സെയിം തന്നെ, ഒരു ചേഞ്ചസ് വേറെ ഒന്നുമില്ല, കളറിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഗ്രീൻ ഒരു പേസ്റ്റൽ കളറാണ്, ഒരു ഗ്രീൻ പിസ്ത ഗ്രീനോ ഇത് എന്ത് പറയല്, അക്വ ഗ്രീനോ അതന്നെ തോന്നുന്നു. അങ്ങനത്തെ ഒരു ഗ്രീനും ഒരു നല്ല ഭംഗിയിലൊരു കളർ അല്ലേ. അങ്ങനത്തെ സംഭവമാണ്. സെയിം രണ്ട് വേഗം ഒന്നിച്ചാ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറയാ, എത്ര നാളും അനുവിനെ അധികം സെയിം ബാഗാണ്, എല്ലാം സെയിം ആണ്. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. സെയിം ബാഗ് ആകുമ്പോൾ ഞാൻ 1 2 എന്ന് പറഞ്ഞിട്ട് എഴുതും. 3 ഇല്ല 1 2 പറഞ്ഞിട്ട് 1 ആണെങ്കിൽ ആദ്യം 2 ആണെങ്കിൽ അനുവിന്. അന്നേരം ഞാൻ അവിടെ പോയേരം ഇത് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവരെ കയ്യിൽ കൊടുക്കല്. ഞാൻ ഹോൾഡ് ചെയ്തിട്ടാണെന്നില്ലെങ്കിൽ ഇവരെ കയ്യിൽ കൊടുക്കല്. ഇതിപ്പോ പക്ഷേ ഉണ്ടല്ലോ 2 കളറായി കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഇത് ആരുതാ അനുവിൻ്റെത് ആരുതാ ആദ്യൻ്റെത് എന്നൊരു കൺഫ്യൂഷൻ വരും. ബുക്ക് എടുത്ത് വെക്കുന്നതാണെങ്കിലും ചില സമയങ്ങളിൽ ഇവർ ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏതാപ്പ അനുവിൻ്റെത് അതൊന്നും എനിക്ക് മനപ്പാടാക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ വേഗം കാണിക്കാൻ പറ്റല്ല ലേറ്റ് ആയി. ഇതപ്പുറം എടുത്ത് വെച്ച നമ്മളെ അനു ആദ്യം വന്ന ഉടനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കേട്ടാ. അതുകൊണ്ടാ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മടി. പിന്നെ അടുത്തത് ഞാൻ വാട്ടർ ബോട്ടിൽ കാണിച്ചു തരാം. ബോട്ടില് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കവർ ഞാൻ അയച്ച പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി അവർക്ക് ഉണ്ടായ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ക്ലിക്കാക്കുമ്പോൾ ഇങ്ങനെ തുറന്നു വരുന്നത് വെള്ളം ഇങ്ങനെ കുടിക്കുന്നതല്ലാന്ന്. ഇപ്രാവശ്യം അതൊന്നും ഇല്ലാണ്ട് ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് 2 പ്ലെയിൻ ആയിട്ട് 2 ഷെയ്ഡാണ്. ഒരാള് ഗ്രീൻ്റെത് ഞാൻ പറഞ്ഞിട്ട് ആദ്യൻ്റെത് ഈ ഒരു ഗ്രീൻ്റെത്, എന്താ അനുവിൻ്റെത് ഈ ഒരു കളറ്, അതിൻ്റെത് ഇത് ബ്രൗൺ കിട്ടിയിട്ടാ. അതുകൊണ്ട് 2 ആളും ഇതാവുമ്പോ സുഖം സുന്ദരം. അത് ഓപ്പൺ ചെയ്യാ, വേറെ ഒന്നും ഒരു ഡെക്കറേഷനും ഇല്ല. ഓപ്പൺ ചെയ്യാ കുടിക്കാം. മറ്റേതാവുമ്പം അതിന്റെ ഏതെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ പൊട്ടാനൊന്നും ഇല്ലാന്ന് തുറക്കാൻ കിട്ടും. ഇത് പിന്നെ എനിക്ക് ഓപ്പൺ ചെയ്യാനെല്ലാം പറ്റും, ഈസിയാണ്. ഇത് പിന്നെ വേറൊന്നും പൊട്ടാനൊന്നും ഇല്ലല്ലോ. നല്ല സംഭവം കേട്ടാ, കുഴപ്പമൊന്നുമില്ല. വലിയ റേറ്റും വരുന്നില്ലേ. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ വരുന്നുണ്ടല്ലോ ഇപ്പൊ. അന്നേരം അധികം വലിയൊരു റേറ്റ് ഒന്നും വരുന്നില്ല. എനിക്കൊന്ന് 10 12 അങ്ങനെ പറ്റേ ഇല്ലു. പിന്നെ അതിനുശേഷം ലഞ്ച് അല്ലെങ്കിൽ നോർമലി വാങ്ങിക്കുമ്പോ എല്ലായിടത്തും ലഞ്ച് ബാഗ് ഉണ്ടാവലുണ്ട്. പക്ഷെ ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വന്നു. ഇതിന് കുറച്ച് 20 റംസാ മറ്റുണ്ടായിന്. എത്ര പൈസ ഞാൻ നോക്കാം. വേണ്ട, ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് നല്ല ഇതന്നെ. ഇത് അനുവിൻ്റെതാണ് കേട്ടാ. ഇങ്ങനെ സംഭവം വേണ്ട, ഇങ്ങനെ സംഭവം. ഇതിന് എത്ര റേറ്റ് വരുന്ന എനിക്കൊന്ന് 20 റംസിന്റെ ഉള്ളില് അത്രയില്ലോ. അങ്ങനെ വലിയ ഇത് എന്നല്ല, 20 റംസിന്റെ ഉള്ളിൽ. പക്ഷെ അത് നല്ല ക്വാളിറ്റിയിലെ സിബാണെങ്കിലും എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടില്ലേ, നല്ല സ്പോഞ്ച് ടൈപ്പിൽ ഇത് കേട്ടാ. അങ്ങനെ ചൂടെല്ലാം അങ്ങനെ പോവാണ്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ്.
മെറ്റീരിയലാണ് ഇത്. അനുവിന് ബ്രൗൺ കിട്ടിയില്ല, അതുകൊണ്ട് ഇവള് ഈ ഒരു കളർ എടുത്തു. അത് പോയിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യൻ്റെത് കേട്ടാ, ഇത് ആദ്യൻ്റെത് സെയിം ഡിസൈൻ എന്ന് പറയാനാവില്ല, കണ്ട ഒരു ടൈപ്പ്. ഇത് വന്നിട്ട് സിബ് ഇങ്ങനെ വരുന്നത്. കമ്പനിയെല്ലാം സെയിം തന്നെ, റേറ്റും എല്ലാം സെയിം തന്നെ. കണ്ട രണ്ടും കമ്പനിയെല്ലാം കണ്ട സെയിം ആണ്. എവിടെ 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 കണ്ട, രണ്ട് സെയിം കമ്പനിയാണ്, റേറ്റും സെയിം തന്നെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 16-17 ആ ഒരു റേഞ്ചിലാണ് തോന്നുട്ടാ. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ അടുത്തത് അനുവിന് അധികം സ്റ്റഡി ടേബിൾ ഉണ്ട്, പക്ഷെ അവര് അതിലിരുന്നിട്ട് എഴുതൂല, അതിലിരുന്നിട്ട് പഠിക്കൂല. ആ ബുക്കെല്ലാം വെക്കാൻ നല്ലാണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ലാപ്ടോപ്പ് ടേബിൾ വാങ്ങിച്ചു. ഇതിൻ്റെത് എങ്ങനത്തതെന്ന് ഇതില് കാണുന്നുണ്ടാവോ എന്തോ, കാണുന്നില്ലേ? സാധാരണ ഇങ്ങനെ താഴെ വെച്ചിട്ട്, ഇവർ താഴെ വെച്ചിട്ട് ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. നമുക്ക് എതക്കേട് പോലെ തോന്നുമല്ലോ, പക്ഷെ അവർക്ക് നല്ല ഇഷ്ടമാണ്. ഇത് താഴെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ടാബ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു, നാട്ടിലും എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിലും സംഭവങ്ങളിലും വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, മടക്കി യൂസ് ചെയ്യാൻ സമയത്ത് മടക്കിയിട്ട് ഇങ്ങനെ വെക്കാം, യൂസ് ചെയ്യുന്ന സമയത്ത് വിരിച്ചിട്ട് വെക്കാം. ഓക്കെ, ഇത് രണ്ടും വേറെ വേറെ ആവാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതായിരുന്നു, ഇതാ അനുവിൻ്റെത്. അത് ആദ്യൻ്റെത്, ഇത് അനുവിൻ്റെത്. പാണ്ടയല്ലേ ആദ്യൻ്റെത്, ഇത് ആദ്യൻ്റെത്, പാണ്ട ആദ്യൻ്റെത്. ഇത് അനുവിൻ്റെത്. ഇനി എടുത്തത് പൗച്ചാണ്. ഇങ്ങനത്തെ പൗച്ച് തന്നെ വേണമെന്ന് വിചാരിച്ചിനെ, വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടാ. എന്റെ ഒരു താല്പര്യത്തിന് മേടിച്ചതല്ല. കുറോമി, ഇതിൽ കുറോമി അല്ലേ? അല്ല കേട്ടോ, ഇത് കുറോമിയല്ലോ, ലോല്. ലോല്. പാവങ്ങളിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല ഗൈസ്. ഇതൊന്നുമില്ല, ഇതിന്റെ അകത്ത് സ്പോഞ്ചാണേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ എന്ത് കാര്യം എന്നറിയാം. നമ്മളെ കുറച്ച് കളർഫുൾ എടുക്കൂല, ഇപ്പത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങനെയാണ് സംഭവം കേട്ടാ. ഇത് രണ്ടാളും സെയിം തന്നെ മേടിച്ചിന്. ഇത് കുറോമി അല്ലേ? ഇത് കുറോമി, ഇത് കുറോമി അല്ല, ഇത് ലോല തന്നെയാ. രണ്ടും ലോലാണ്. ഇത് രണ്ട് കുറോമി അല്ലേ ഒരു കേട്ടാ. ഇത് കുറോമി അല്ലേ? ഇത് അല്ല, ലോല്. രണ്ടും ലോല്. പിടി ഇവരെ കൂടെ നിൽക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. സംഭവം സെയിം. അടുത്തതായിട്ട് മേടിച്ചത് സോക്സ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതും അതുപോലെ തന്നെ എന്തോ ഇങ്ങനെ വലിഞ്ഞു പോന്ന്. 3 മാസം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അതെന്ന് പറയല് ഒരു വലിഞ്ഞു ലൂസ് ഇട്ടത് മുകളിലോട്ട് ടൈറ്റ് ആവുന്നേ ഇല്ല. അതുകൊണ്ട് അത് അവർ യൂസ് ചെയ്യലുണ്ടായിട്ട് അന്നേരം അതെല്ലാം കളഞ്ഞിട്ടുണ്ടായിന് കേട്ടാ. പിന്നെ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ മേടിച്ചു തരാം. ആ 3 മാസം ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടു. അതുകൊണ്ട് 2 സെറ്റ് സോക്സ് വാങ്ങിച്ചു, ഇതൊരാക്ക്. പിന്നെ അതിനുശേഷം അനാവശ്യമായിട്ട് 2 മേടിച്ചത്, വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ്. അത് അൺബോക്സിങ്ങിൽ നേരത്തെ കഴിഞ്ഞു ഗൈസ്. കാൽക്കുലേറ്റർ കുറേ നാളായി പറയുന്നത്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കാൽക്കുലേറ്റർ മതി, എന്ത് കിട്ടിയാലും ഗിഫ്റ്റ് കാൽക്കുലേറ്റർ മേടിച്ചു കൊടുത്തില്ല. എത്ര നാളായിട്ട് മേടിച്ചു കൊടുത്തില്ല. പക്ഷെ ഇത് 2 ദിർഹംസ് 2.95 അങ്ങനെ 3 ദിർഹംസ് മാത്രമേ ഇല്ലൂ. ടോട്ടൽ 6 അല്ലേ ആവൂലൂ എന്ന് പറഞ്ഞിട്ട് 275 മറ്റും. അതെ, അന്നേരം ഇവർ 2 മാത്രമേ കണ്ടിട്ട് 75 ഫിൽസ് സൈഡിലോടെ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി വെച്ചുകൊണ്ട് അത് നോട്ട് ചെയ്തില്ല. എന്തായാലും 3 ദിർഹംസിന്റെ ഉള്ളില് അല്ല ഒരു 2 കൂടിയിട്ട് 6 കൂട്ടാം. അന്നേരം അങ്ങനെ ഒരു പിങ്കും പേർപ്പിൾ കളറും വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല, ഇത്ര പൈസ എന്റത് ചിലപ്പോ വർക്ക് ആവുമെന്നറിയില്ല. ഇതിന് തന്നെ കൊടുക്കണം 3 ദിർഹംസ്, അതുകൊണ്ട് വർക്കാവും. കുലുങ്ങുന്നല്ലും ഉണ്ട്. അന്നേരം അങ്ങനെ അത് എത്ര നാളത്തേക്ക് ഉണ്ടാവുന്നൊന്നും അറിയില്ല. സ്കൂളിലൊന്നും ഇത് ഈസി വേ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം വാങ്ങിച്ചു കൊടുക്കാൻ മുതിർന്നിട്ടില്ല. ഇപ്പൊ എന്തായാലും പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ് കേട്ടാ. പിന്നെ അതിന് ശേഷം എന്തെന്നാപ്പാ, പിന്നെ ഇത് ഇത്രയാണ് ഞാൻ സഫാരിന്ന് വാങ്ങിച്ചത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങള് ലുലുന്നാന്ന് മേടിച്ചത്. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരേ. അത് അടുത്തത് ലുലുവിന്റെ കവർ. പിന്നെ സോക്സ് കൂടാണ്ട് ഇവർക്ക് വൈറ്റ് ലെഗിൻസ് വേണം. വൈറ്റ് ലെഗിൻസ് വാങ്ങിച്ചു. ഇത് അവിടുന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ട് ആ മടക്ക് ഇങ്ങനെ ഉണ്ട്. വൈറ്റ് ലെഗിൻസ് 2 വാങ്ങിച്ചു കേട്ടാ. അത് കാണുമ്പോ ഒരു സൈസിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പിന്നെ 4 എടുത്തിട്ടില്ല. 2 എടുത്തിട്ട് നോക്കിയിട്ട് ടൈം ഉണ്ടല്ലോ, അടുത്ത ആഴ്ച പോയിട്ട് മേടിക്കാലോ.
എന്തായാലും അങ്ങനെ 2 വാങ്ങിച്ചു. ഇതിന് എത്രയാ റേറ്റ് വന്നത്? ഇതിന് 17 റംസ് ആട്ടോ ഒന്നിന് കേട്ടാ, ഒരു പീസിന്. 10 കണ്ടു. അന്നേരം ഞാൻ ചാടിപ്പോയിട്ട് നോക്കി. എന്നാ പിന്നെ 10 10 അറിയില്ലല്ലോ, കാരണം ഇത് നല്ല കമ്പനീൻ്റെതാണ്. പിന്നെ എൻ്റെ അന്നേരം നല്ല കമ്പനീൻ്റെതാണ്. അന്നേരം നല്ല സാധനമാണല്ലോ. അന്നേരം 10 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു 10. വൈറ്റിൽ എന്തായാലും ഉണ്ടാവും. അതായത് പെട്ടെന്ന് മോശമാവും ഇപ്പൊ പിള്ളേർത്. കാരണം വാഷ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്നിച്ച് വാഷ് ചെയ്യലും ചെയ്യുന്ന സമയത്ത് അല്ല, മാക്സിമം ഒന്നിച്ച് വാഷ് ചെയ്യല് കുറവാണ്. എന്നാലും ഇവർക്ക് ബാക്കി എല്ലാ ദിവസവും സ്പോർട്സിന്റെ ഡേ ഒഴികെ ഗെയിംസിന്റെ പീരീഡ് ഒഴികെ ബാക്കി എല്ലാ ദിവസവും വൈറ്റ് ലെഗിൻസ് വേണേ, നോർമൽ യൂണിഫോമിന്. പിന്നെ അതിന് ശേഷം ഇത് ലഞ്ച് ബോക്സ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. മുന്നേ ലാസ്റ്റ് ഏപ്രിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ലഞ്ച് ബോക്സ് അടിപൊളി ലഞ്ച് ബോക്സ് ആണ്. സെലോന്റെ ലഞ്ച് ബോക്സ്. മുമ്പ് അനുവിനെ ആദ്യം എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിനാ 3ാം ക്ലാസ്സിന് ഉണ്ടായത്. അത് 3ാം ക്ലാസ്സിനും അവരെടുത്തിന്, 4ാം ക്ലാസ്സിനും എടുത്തു. നല്ല സാധനം കേട്ടാ. കാരണം ചൂടോടുകൂടി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ ചൂട് കുറേ സമയം നിൽക്കും. മുമ്പെല്ലാം മുമ്പെല്ലാം ഉണ്ടാവുന്നുണ്ട് കാസർഗോഡ് ആണക്കത്തെ കുഞ്ഞി സാധനം. 2 പിങ്ക് തന്നെ. എനിക്ക് തോന്നുന്നു ഇതിന് എത്ര പൈസ, എത്രയാണ് 16 അങ്ങനെയാ ഉണ്ടായതെന്ന് തോന്നുന്നു. എനിക്ക് പൈസ അത്ര കറക്റ്റ് എത്രയാണ്, 16 റംസോ അങ്ങനെയാ മറ്റാന്ന് തോന്നുന്നത്. പൈസ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണ്ട കേട്ടാ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ദറംസാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ എന്ന് വിചാരിക്കല്ലേ. ഇതൊന്ന് കളറിന് വേണ്ടിയിട്ട് കുറെ തപ്പി. ഇവർക്ക് മുന്നേ യെല്ലോ ഉണ്ടായിന്. ഇതൊന്നുമില്ല, ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ആണ്. നോർമലി ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ കറീൻ്റെത്. നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ഇവർ ചോറൊന്നും അങ്ങനെ അധികം ചോറ് കൊണ്ടുപോകില്ല. ഫ്രൈഡ് റൈസ് എല്ലാം കൊണ്ടുപോകും. അന്നേരം പിന്നെ കുറച്ച് നന്നായിട്ട് നിൽക്കുമല്ലോ ചൂടെല്ലാം. ഇവർ ചൂടോടെ കഴിക്കാനും ഇഷ്ടം കേട്ടോ. സ്കൂളിലെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് സെയിം തന്നെ. ചേർന്നാ ഇതിന്റെ എന്തോ ഡൈനോസറാ അങ്ങനെ എന്തോ എന്തോ പ്രിന്റ് മാത്രം വ്യത്യാസമുണ്ട്. സെയിം കളറ്. 16 അങ്ങനെയായിട്ടാണ് കേട്ടാ. പക്ഷെ വെർത്താന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. കുറേ നാള് 2 കൊല്ലത്തിന്റെ അടുത്ത് തന്നെ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഉള്ളത് ഈ സംഭവം ബ്ലാക്ക് ചെറിയ വലിയ കുഞ്ഞു ബുഷ് നമ്മ പുഴുന്നാ പറയുന്ന. പുഴുന്ന് പറയും നമ്മ നാട്ടില്. പിന്നെ അത് വലുതുണ്ട്, ചെറുത്. ഇപ്പൊ 2 സൈഡിലും അടഞ്ഞിട്ടെല്ലാം കിട്ടുന്നുണ്ടെങ്കിലേ അതിന് വേണ്ടി ചെറിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ചീത്ത അറിയും. കാരണം ഉരുളും അതിലേലേ. എപ്പോഴും അത് ചീത്ത അറിയലാണ്. അത്ര മേടിച്ചാലും കാര്യമില്ലാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് നൊസ്റ്റാൾജിയാണ്. നമുക്ക് ഈടുന്ന് ഇത് കിട്ടല് കുറവാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്തെന്ന് മനസ്സിലായാ? നല്ല നല്ല ഫോട്ടോ ഉണ്ടാവും. ആയിട്ട് ഇപ്പം തരില്ല. നല്ല നല്ല ടവല്. ഇത് സ്കൂളിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് എപ്പോഴും ടിഷ്യൂ കൊണ്ടുപോകല്. ടിഷ്യൂവിന്റെ ബോക്സ് ഇവർക്ക് വേണ്ടിട്ട് തന്നെയാണ് മേടിക്കൽ തന്നെ. അന്നേരം ഇതിപ്പം ടിഷ്യൂവിന് പകരം ഇത് കൊണ്ടുപോയാൽ മതിയല്ല. സ്കൂളില് ലഞ്ച് വെക്കുന്ന സമയത്ത് ടിഷ്യൂ വെക്കണം. എന്നാലും ഇതും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. അന്നേരം അങ്ങനെ സംഭവം ഇത്രയില്ലെന്ന് തോന്നുന്നു കേട്ടാ. പിന്നൊരു കൊട. കളർ കൊടയൊന്നുമല്ല, ബ്ലാക്ക്. തുറന്നു നോക്കിട്ടാ കൊട. ഞാൻ ആണെന്ന് തുറന്നു നോക്കിയിട്ട് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും അടക്കലൊരു പണിയല്ലേന്ന് പറഞ്ഞിട്ട് കൊട. വെയിലാണ്, അതുകൊണ്ട് കൊട അത്യാവശ്യമാണ്. കാരണം ചില സമയങ്ങളിൽ നടന്നിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് കൊട അത്യാവശ്യമാണ്. ആദിക്കും പിന്നെ തൊപ്പിയുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഉച്ചക്ക് കൂട്ടാൻ പോലെ പറഞ്ഞാൽ കുറച്ച് പാടില്ല പണിയാണ്. അങ്ങനെ കഴിഞ്ഞല്ലേ? എല്ലാം ഫിനിഷ് ആയില്ലേ? ഇത്രയില്ലൂ കേട്ടാ. ശരി എന്നാലേ കേട്ടാ. ഓക്കെ, ബൈ.